സ്വാതി തിരുനാൾ മരിച്ച മുറി സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അതെന്താ? ഇപ്പം പേടി, പ്രേതം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ഞാൻ തുറന്നു കണ്ടിട്ടുണ്ട്. സ്വാതി തിരുനാളിന്റെ മരണത്തെ പറ്റി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? സ്വാതി തിരുനാളിൻ്റെ മരണം അപ്പോൾ അത് തന്നെയാണ് കാരണം. അപ്പോൾ ആ മുറി തുറന്നു കൊടുക്കുകയാണെങ്കിൽ സ്വാതി തിരുനാളിൻ്റെ മരണം എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യരുത്. അതിന് പകരം ഇപ്പോൾ ഗൈഡ്സിനോട് പറഞ്ഞിരിക്കുന്നത് അമ്പാരി മുഹപ്പ് പോയി കണ്ടിട്ട് സ്വാതി തിരുനാൾ ആ അമ്പാരി മുഹപ്പിലിരുന്നാണ് കവിത എഴുതിക്കൊണ്ടിരുന്നത്. ആകെ 5 മാസമാണ് അവിടെ താമസിച്ചത്. 5 മാസം. ആ 5 മാസം അതിന് പകരം ഇപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദ ഹോൾ പീരീഡ് സ്വാതി തിരുനാൾ ഇവിടെയാണ് താമസിച്ചതെന്നാണ്. പോട്ടെ, സ്വാതി തിരുനാൾ മരിച്ചതിനെ പറ്റി 3-4 തിയറീസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന്, മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഡോക്ടർ R.P. രാജ അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം സെറിബ്രൽ ഹെമറേജ് വന്ന് മരിച്ചു. അങ്ങനെയാണ് ന്യൂറോളജിസ്റ്റായിട്ടുള്ള നമ്മുടെ ഡോക്ടർ പറയുന്നത്. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ മകൻ പറയുന്നത്, രാജശേഖരൻ നായർ. അത് കഴിഞ്ഞിട്ട് ശൂരനാട് കുഞ്ഞമ്പിള്ള സാർ പറയാതെ പറയുന്നത്, അദ്ദേഹത്തിന് അന്ന് സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ വയ്യ. പ്രായോപവേശം ചെയ്തു എന്നുവെച്ചാൽ പട്ടിണി കിടന്ന് മരിച്ചു. ഇനിയൊരു തിയറിയുണ്ട്, വജ്രം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ പല തിയറീസ് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. കാരണം അവർ ഇല്ലില്ല, ഉത്രം തിരുനാൾ അവർ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷനായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ചേട്ടൻ്റെ മുമ്പിൽ ഒരു തരത്തിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതാരെങ്കിലും വിഷ്ഫുൾ ഇമാജിനേഷനിൽ പറയുന്നതാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല. ഇവർ തമ്മിൽ ടോട്ടലി 360 ഡിഗ്രി ഓപ്പോസിറ്റ്, എന്തെങ്കിലും 180 ഡിഗ്രി എതിരായിരുന്നു. അവർ എതിരായിരുന്നു. പക്ഷേ അനിയനും ചേട്ടനും തമ്മിൽ അസാധാരണമായ ഒരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന തിയറി എന്താണെന്ന് വെച്ചാൽ, ഈ സ്വാതി തിരുനാളിൻ്റെ മുറി എന്താണ് തുറന്ന് കാണിക്കാത്തതെന്ന് ഞാനൊരിക്കൽ ചോദിച്ചു. ഞാനപ്പോൾ അതിൻ്റെ ഓണററി ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാമല്ലോ. ചോദിച്ചു. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. എന്നോടൊരു സത്യം പറയാനുള്ള മടിയുണ്ട്. അത് പേടിയാണ്, ഭയമുണ്ടെന്നൊക്കെയാണ്. അവർക്കല്ല, ഇവിടുത്തെ ഗൈഡുകൾക്ക് ഭയമാണ്. അത് കാണേണ്ടതാണ്. വാസ്തവത്തിൽ ഒരു കവിയായ രാജാവിൻ്റെ ഒരു അവസാനത്തെ ദൃശ്യം എങ്ങനെയായിരുന്നു അദ്ദേഹം മരിച്ചത് എന്നുള്ളത് ആ കട്ടിൽ കാണുമ്പോൾ അറിയാം. ഇത്ര മനോഹരമായൊരു കട്ടിലില്ല. ആ കട്ടിൽ തന്നെ ഒന്ന് കാണേണ്ടതാണ്. സപ്രമഞ്ച കട്ടിൽ. ആ കട്ടിലിൽ കിടന്നിട്ട് മുകളിലത്തെ ആ മച്ച് സീലിങ്ങൊക്കെ കാണണം. ആ സീലിങ്ങിലാണ് കിടക്കുന്നത്. അദ്ദേഹം അവിടെ കണ്ടിട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ അറിയാമല്ലോ, പ്രായം ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആ സ്വാതി തിരുനാൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പറ്റി നല്ലത് മാത്രമേ പറയാവൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന ഒരു ഹിസ്റ്ററിയെ ആളുകൾ പറയാവൂ. അത് വളരെ വളരെ ബോധപൂർവമായിട്ട് മുൻപുള്ള ഈ ചിത്ര തിരുനാളിൻ്റെ അമ്മയുടെ കാലത്തും അങ്ങനെയായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഈ യഥാർത്ഥ ചരിത്രം, ഈ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ്. ആളുകൾ എന്തു ചെയ്യും? ഇല്ലാത്ത ചരിത്രവും കൂടി എഗനിസ്റ്റായിട്ട് ഉണ്ടാക്കി പറയും. നമ്മളിപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ എന്താണ്, അനന്തപുരി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കോളേജ് അധ്യാപകന് ഇവരോട് ചോദിക്കും, അയാളുടെ പേരെന്താ, നളിൻ ഗണേശ് എന്ന് വെച്ചാൽ. അപ്പോൾ അയാൾ ചോദിക്കുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഉടനെ അവസാനം ഇപ്പോൾ ആ പ്രോഗ്രാം കാണാൻ ആളില്ലാണ്ടായി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മതി. ഗ്രാജുവലായിട്ട് കാരണം ആളുകൾക്ക് മടുക്കുകയില്ലേ. അപ്പോൾ റിയൽ ഹിസ്റ്ററിയാണ് അറിയേണ്ടത്. അപ്പോൾ റിയൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിനകത്ത് നല്ല കാര്യങ്ങളും ഉണ്ടാവും, അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. അത് ചരിത്രമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിത്ര തിരുനാൾ ഇത്രയും പ്രോഗ്രസീവ് ആണെങ്കിലും ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ചു. ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ആ ഇന്ത്യയിലെ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമരം ചെയ്യുകയും ആ സമരത്തിൻ്റെ ഫലമായിട്ട് ലോകത്ത് ഈ സമാനതകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമരം അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ കൂടി ആളുകൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുകയാണ്.
ആ നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് ലയിക്കുകയാണ്. അവിടെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയ ആളുകൾ 3 പേരാണ്. ഹൈദരാബാദ്, നമുക്കറിയാം, ജുനാഗഡ്, പിന്നെ തിരുവിതാംകൂർ. ഈ അന്ന് ഈ പറയുന്ന ലയനം സാറ് പറയുന്നത് അന്ന് നോക്കിയ സർദാർ വല്ലഭായ് പട്ടേലിന് വളരെയധികം ഒരു ഫോഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അന്ന് സർദാർ പട്ടേലിനെ അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ കുറേ കൂടി ഇത് നീണ്ടുപോകുമായിരുന്നു. ജനങ്ങളെ അപ്പോഴും ഒരു രാജഭരണത്തെ അനുകൂലിക്കുമെന്ന് വിചാരിക്കേണ്ട. ആ തീരുമാനത്തിന് പുറകിൽ വാസ്തവത്തിൽ CP അല്ല. അതെങ്ങനെയാണ് എല്ലാവരും ഇവിടെ പ്രചരിപ്പിക്കുന്നത്? രാജകുടുംബം പ്രചരിപ്പിക്കുന്നത് ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്നത് ദിവാൻ്റെ ഒരു ഡ്രീമാണ്. ഒരു ദിവാൻ അങ്ങനെ വിചാരിച്ചാൽ പിന്നെ അത് തലകുലുക്കുന്ന ആളുകളാണോ രാജകുടുംബത്തിലെ അംഗങ്ങൾ? ഒരിക്കലുമല്ല. ഫുൾ അണ്ടർ കൺട്രോൾ ആയിരുന്നു രാജകുടുംബം. അങ്ങനെയാ, അത് ശരിയല്ല. ഒരു ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. വാസ്തവത്തിൽ പിൻസീറ്റിലിരുന്നു കൊണ്ട് ഭരിച്ചിരുന്നത് സേതു പാർവതിബായിയും CP രാമസ്വാമി അയ്യരുമായിരുന്നു. ഇദ്ദേഹത്തെ അലങ്കാരമായിട്ട് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ആരെ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ. അദ്ദേഹം കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അമ്മയുടെ മുമ്പിൽ നിഷ്പ്രഭനായിപ്പോയി. അതിനെപ്പറ്റിയാണ് പിന്നെ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഒബ്സർവേഷൻ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒബ്സർവേഷനുണ്ട്. 2 പ്രബല ശക്തികളുടെ മുമ്പിൽ ഈ രാജാവ് വിട്ടിയൊന്നുമല്ല. ചിത്തിര തിരുനാളിനെ പറ്റി പറയുകയാണ്, ബ്രിട്ടീഷുകാരും പറയുകയാണ്, ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുകയാണ്, രാജാവ് വിട്ടിയല്ല, പക്ഷേ അമ്മയുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ പിന്നെ ദിവാൻ്റെ മുമ്പിൽ നിഷ്പ്രഭനായിപ്പോയി. ഇപ്പോൾ പറഞ്ഞത് ഈ ഇത്ര പവർഫുൾ ആയിട്ടുള്ള മഹാറാണിമാരുണ്ടായിരുന്ന ഒരു തിരുവിതാംകൂർ രാജവംശം, അതിലുള്ള സാധാരണ സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? അത് പറയുമ്പോൾ സമുദായങ്ങളനുസരിച്ച് നോക്കുമ്പോൾ വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ല ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീക്കുള്ളത്. നായർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യമല്ല ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലെ, തിരുവിതാംകൂറിലെ ഈഴവ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീക്കുള്ളത്. തിരുവിതാംകൂറിലെ ഈഴവ കമ്മ്യൂണിറ്റിക്കുള്ള സ്വാതന്ത്ര്യമല്ല മലബാറിലെ തീയ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീക്കുള്ളത്. അപ്പോൾ പ്രാദേശികമായിട്ടും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, നമ്മളീ പറയുന്നത് പോലെയുള്ള അസ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എംപയർ ഓഫ് നായർ എംപയറിനെ പറ്റി ഒരു നോവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഷെല്ലി പറയുന്നുണ്ട്, നായർ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി വലിയ അത്ഭുതത്തോടെ പറയുന്നുണ്ട്. ഷെല്ലിക്ക് കേരളത്തിൽ വന്നിട്ടില്ല, ട്രാവൻകൂർ തിരുവിതാംകൂറിൽ വന്നിട്ടില്ല. നായർ സ്ത്രീക്ക് വാസ്തവത്തിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് ഷെല്ലി ഉണ്ടെന്ന് വിചാരിച്ചത്. അതിന് കാരണം ഈ നോവൽ വായിച്ചതാണ്. ഈ നോവൽ വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെർവ് ചെയ്ത ഒരു ആർമി ഓഫീസറെ എഴുതിയതാണ്. അപ്പോൾ പിന്നെ അതൊരു സാങ്കല്പിക നോവലാണ്. ആ നോവലിനകത്ത് ഇവിടുത്തെ മരുമക്കത്തായത്തെ പറ്റിയും കൂട്ടുകുടുംബ വ്യവസ്ഥയെപ്പറ്റിയും സ്ത്രീക്കുള്ള പ്രാധാന്യത്തെപ്പറ്റിയും കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു തിരുവിതാംകൂർ രാജകുടുംബത്തിൽ അമ്മയ്ക്ക്, റാണിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു, സ്വതവേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ സേതു പാർവതിബായി അന്ന് അമ്മ മഹാറാണി, വാസ്തവത്തിൽ അവരുടെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ജൂനിയർ റാണി എന്നാണ്. അതുതന്നെ അവർ സൗകര്യപൂർവ്വം മായ്ച്ചു കളഞ്ഞു. ആ ഡെസിഗ്നേഷൻ മായ്ച്ചിട്ട് അവർ തന്നെ പ്രചരിപ്പിച്ചു എന്താണ് അമ്മ മഹാറാണി. തിരുവിതാംകൂർ രാജവംശം ഒരു ബാക്കി റോയൽ ഫാമിലീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? അതിൻ്റെ റീസൺസ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു മാർത്താണ്ഡവർമ്മ തന്നെ ഒരു വിദേശ ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു രാജാവാണ്. നമ്മൾ ആ പ്രാധാന്യം മാർത്താണ്ഡവർമ്മയ്ക്ക് കൊടുക്കണം. ഞാൻ പക്ഷേ ഒരു കാര്യം കൂടി പറയും, ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു പ്രതിമ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരുമോ? അദ്ദേഹത്തെ സംസ്കരിച്ച 6 അടി മണ്ണ് ഒരു ഫ്ലാറ്റിന് വിൽക്കാൻ കൊടുത്തു. തായില്ലം എന്ന് പറയുന്ന, അത് പിന്നെ ഇവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ പാൽക്കുളങ്ങരയിലേക്ക് പോകുന്ന വഴിയിൽ പള്ളി അടക്കമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ആ സംസ്കരിച്ച സ്ഥലത്ത് അവർ രാജകുടുംബം ഞാൻ പോയി വിൽക്കരുതേ എന്ന് പറഞ്ഞ ആളാണ്.
ഞാൻ വളരെ ചില ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാസ് വില്ലിങ് ടു ടേക്ക് ദി ഹോൾ അക്വയർ ദി ലാൻഡ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജുമായിട്ട് പോയി, വിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു വിൽക്കാനായിട്ട്. ഞാനൊരു വാക്ക് കൊടുത്തു പോയി എന്ന് പറഞ്ഞു. പി മാധവൻ തമ്പിക്കാണ്. പക്ഷെ മാധവൻ തമ്പി അത് അപ്പം തന്നെ മറിച്ച് വിറ്റു. മാധവൻ തമ്പി ഇടയ്ക്ക് നിന്നയാളെന്നേ ഉള്ളൂ. അതാണ് ഈ തായില്യം ഗ്രൂപ്പുകാർ വാങ്ങിച്ചു. തീർന്നില്ല, സ്വാതി തിരുനാളിനെ സംസ്കരിച്ചത് അവിടെയാണ്, ഈ പറയുന്ന അതേ പ്ലോട്ടിൽ. സ്വാതി തിരുനാളിൻ്റെ അമ്മ റാണി ലക്ഷ്മിബായിയെ സംസ്കരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലോട്ടിലാണ്. റാണി പാർവതിബായിയെ സംസ്കരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലോട്ടിലാണ്. ഈ 2 പ്ലോട്ടും വിറ്റു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളവിടെ ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് സ്ട്രെയിറ്റായിട്ട് പാൽക്കുളങ്ങരയിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ജംഗ്ഷൻ എല്ലാവരും പറയും പള്ളി അടക്ക് മുക്ക്. അവിടെ അവിടെയും ഒരു വലിയ ഫ്ലാറ്റ് കാണും, ഇവിടെയും ഒരു വലിയ വീട് കാണും. വന്നു കഴിഞ്ഞു. പള്ളി അടക്കം മുക്ക് എന്ന് പറഞ്ഞാൽ പള്ളി രാജാക്കന്മാരെ സംസ്കരിക്കുന്ന സ്ഥലം. മൂലം തിരുനാൾ രാമവർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു പ്രതിമ ഇവിടെയില്ല. നേരെ മറിച്ച് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് ചിത്തിര തിരുനാളിന് 8 പ്രതിമകൾ. അദ്ദേഹം വലിയ ആളാണ്, പക്ഷെ അദ്ദേഹത്തിന് 8 പ്രതിമയൊന്നും വേണ്ടായിരുന്നു. അതിന്റെ പുറകെ പിന്നെ എപ്പോഴും ക്രിട്ടിക് ആകുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഉള്ളൊരു ക്യാരക്ടറായിട്ട് വന്നതാണ് അമ്മ മഹാറാണി. അതുപോലെ അമ്മ മഹാറാണിയുടെ ഒരു കൈ ഉണ്ടെന്നാണ്. അമ്മ മഹാറാണിക്ക് മാർത്താണ്ഡവർമ്മയുടെ ഫാമിലിയെ അല്ല ഇവരും കോലത്തുനാട്ടിലെ ഒരു ബ്രാഞ്ചാണ്. മാർത്താണ്ഡവർമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളി കോവിലകത്തെയാണ്, ഇവർ ചെങ്ങ കോവിലകത്തെയാണ്. ചെങ്ങ കോവിലകം എന്ന് വെച്ചാൽ അതിൻ്റെ പഴയ പേര് ചങ്ങല കോവിലകം. ഇവർക്ക് പോലും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ഞാനത് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു. ചങ്ങലക്കോവിലകം പിന്നെ ചെങ്ങക്കോവിലകമായി. അതിന് മാവേലിക്കര വന്നു. മാവേലിക്കരയിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇവർക്ക് മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒരു ഫൗണ്ടർ ഓഫ് ട്രാവൻകൂറുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് മാർത്താണ്ഡവർമ്മയെ അവർക്ക് വേണ്ട, മാർത്താണ്ഡവർമ്മയുടെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഞാൻ പറയുന്നത് മാർത്താണ്ഡവർമ്മ ക്രൂരനായിരുന്നു. എല്ലാ രാജാക്കന്മാരും ക്രൂരന്മാരായിരിക്കണമല്ലോ. അതെ, ആ കാലത്ത് രാജാവ് സ്വപ്നം കണ്ടുകൊണ്ട് സ്വാതി തിരുനാളിൻ്റെ കൂട്ട് കവിതയും എഴുതിക്കൊണ്ടിരിക്കാനൊക്കെ ഇല്ലല്ലോ. സ്വാതി തിരുനാൾ കവിത എഴുതാൻ കാരണം അന്ന് രാജ്യം ഭരിച്ചിരുന്നത് റെസിഡൻ്റാണ്.